ഈ റിട്ടയർമെന്റ് ലൈഫും പൊതുപ്രവർത്തനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ബന്ധമുണ്ട്. കാരണം നമ്മൾ കണ്ടുവരുന്നത് അത്തരത്തിലുള്ള കാഴ്ചകളാണ്. കാരണം ഒരു ജീവിതകാലം മുഴുവൻ സർക്കാർ സർവീസിൽ ജോലി ചെയ്തിട്ട് റിട്ടയർമെന്റ് ആകുമ്പോഴത്തേക്കും പൊതുപ്രവർത്തനത്തെ രംഗത്തേക്ക് ഇറങ്ങി വരുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. കാരണം ഈ സർക്കാർ സർവീസിൽ നിന്ന കാലഘട്ടത്തിലൊന്നും തന്നെ ഇവരാരും സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുകയോ പൊതുജനങ്ങളുമായി സമ്പർക്കം പുലർത്തുകയോ ഒന്നും തന്നെ ചെയ്യാറുണ്ടായിരുന്നില്ല. മറിച്ച് റിട്ടയർമെന്റ് ആയതിനു ശേഷം രാഷ്ട്രീയ പാർട്ടിയിലും സമുദായ സംഘടനകളൊക്കെ സജീവമാകുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്ത് വളരെ സജീവമായിട്ട് കണ്ടുവരുന്നു. ഇനിയിപ്പോൾ നഗരസഭ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിന്റെ പാലപ്പുഴ നഗരസഭയിൽ അതിന്റെ നടപടിക്രമങ്ങളൊന്നും തന്നെ ആയിട്ടില്ല. അതിന്റെ നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വാടക്കൽ വാർഡ്, ആലപ്പുഴ നഗരസഭയുടെ പടിഞ്ഞാറ് തീരദേശത്ത് ചേർന്ന് പുന്നപ്ര വടക്ക് പഞ്ചായത്ത് നേതൃത്വം പങ്കിടുന്ന വാടക്കൽ വാർഡിൽ വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രകടനത്തിനുള്ള ആഹ്ലം മുഴങ്ങിക്കഴിഞ്ഞു. കാരണം ഈ ഒരു സർക്കാർ സർവീസിൽ നിന്നും റിട്ടയർമെന്റ് ആയ ഒരു വ്യക്തി, ആ വ്യക്തി കുറച്ച് നാളുകൾക്ക് മുൻപ്, ഏതാനും ഒരു മാസങ്ങൾക്ക് മുൻപ് CPM-ന്റെ നേതൃത്വത്തിലുള്ള കാരുണ്യ പാലിയേറ്റീവ് ആൻഡ് പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ സജീവ പ്രവർത്തകനായ രംഗത്ത് വരികയും പിന്നീട് അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അവർ പരിഗണിക്കത്തില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയി. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ കടമ്പകളൊന്നുമില്ല. കാരണം ഒരു വ്യക്തിക്ക് മെമ്പറാകാനായിട്ട് അപേക്ഷിച്ച് ഒരു മെമ്പർഷിപ്പ് കൊടുക്കും. പക്ഷെ ഈ വ്യക്തി ഇത്തരം ഒരു സാഹചര്യത്തിൽ, ഇത്തരം ഒരു തർക്ക സമയത്ത് ഇതിലേക്ക് കോൺഗ്രസിലേക്ക് വന്നത് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയാണെന്നുള്ള ഒരു ധാരണ പ്രദേശത്തെ കോൺഗ്രസ്സുകാരിൽ ഉണ്ടായതിനെ തുടർന്ന് അവർ അറിയിച്ചതിനെ തുടർന്ന് ആലപ്പുഴ ചുമതലയുള്ള ശ്രീമാൻ KC വേണുഗോപാൽ കർശനമായ നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി ആയിരിക്കരുത്. ഒരു വ്യക്തിക്ക് കോൺഗ്രസിലേക്ക് വരുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് തെരഞ്ഞെടുപ്പിലേക്ക് വ്യക്തിക്ക് വരുന്നതിലേക്ക് യാതൊരു തടസ്സവുമില്ല, എപ്പോഴും കടന്നു വരാം. പക്ഷെ അത് ഇതിനുവേണ്ടി ആയിരുന്നു KC വേണുഗോപാൽ കർശന നിർദ്ദേശം നൽകിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ആ നിർദ്ദേശത്തെ തള്ളിക്കൊണ്ട് കോൺഗ്രസിന്റെ ചില പ്രാദേശിക നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി ആ വ്യക്തിക്ക് മെമ്പർഷിപ്പ് കൊടുത്തു. ശ്രീമതി മോളി ജേക്കബ്, ഡൊമിനിക്, CV മനോജ് കുമാർ, റഹീം വെറ്റിക്കാരൻ തുടങ്ങിയ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് കൊടുത്തപ്പോൾ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ട്. കാരണം ഈ ഏത് പാർട്ടിയിലാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിൽ പോലും ഈ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ജാഥ നടത്താനും ഒക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. ഇവരെല്ലാം കാത്തിരിക്കുന്ന ഒരു പ്രതീക്ഷ വേണം, അവർക്കൊക്കെ ഒരു സ്ഥാനമാനങ്ങൾ വന്നു ചേരും, അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ ഇലക്ഷൻ മത്സരിക്കാൻ കഴിയുന്ന ഒരുപാട് പ്രതീക്ഷയോടിരിക്കുന്ന ഒരുപാട് പൊതുപ്രവർത്തകർ. ഈ പൊതുപ്രവർത്തകരെ എല്ലാം ഒന്നും അല്ലാതാക്കിക്കൊണ്ട് കെട്ടിയിറക്കപ്പെട്ട ചില വ്യക്തികൾ ഇത്തരം രംഗത്തേക്ക് വന്നത് ഒരു നല്ല രാഷ്ട്രീയ പാരമ്പര്യമല്ല, അതൊരു നല്ല രാഷ്ട്രീയ രീതിയല്ല. കാരണം പെയ്ഡ് സ്ഥാനാർത്ഥികളായിട്ട് വരികയാണ്. കാരണം ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ആയിട്ട് വരുമ്പോൾ മറ്റൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ, സജീവ നിലയിൽ നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് അവര് മത്സരിക്കും, അവരും രംഗത്തുണ്ടാകും. അപ്പൊ കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടും. അത് കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണമാകും. ആ പരാജയം ഇവിടെ തീരുന്നില്ല. ഈ ഇലക്ഷൻ തൊട്ടുപുറകെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കും എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അതിനേക്കാൾ ഒരു ഈ ഒരു വ്യക്തി, ഇത്തരം ഒരു ബന്ധവുമില്ലാത്തൊരു വ്യക്തി സ്ഥാനാർത്ഥിയായി വരുന്നവർ കൂടി CPM പാളയത്തിൽ വളരെ സന്തോഷത്തിലാണ്. കാരണം അവർക്ക് വിജയം സുനിശ്ചിതമാണ്. കാരണം അങ്ങനെ ഒരാളെ ജനങ്ങൾ സ്വീകരിക്കത്തില്ല. ഒരു പെയ്ഡ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ വേണ്ടി അത്ര മണ്ടന്മാരല്ല ഇവിടുത്തെ പ്രബുദ്ധ ജനങ്ങളെന്ന് CPM-ന് അറിയാം. CPM അതിനുള്ള കരിക്കുളം നീക്കുകയും ചെയ്യും. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്, പിന്നെ CPM-ന്റെ വിജയം സുനിശ്ചിതമാണ്. ഇതിനകത്ത് ഇപ്പൊ ഇദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുക്കാനായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകൾ CPM-ന്റെ ചാരന്മാരാണെന്ന് പോലും സംശയമാണ്. കാരണം CPM-ന് വേണ്ടി കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഇവരൊരു ഗൂഢാലോചന നടത്തി ഇദ്ദേഹത്തിനെ ബലിയാടാക്കുകയാണെന്നുള്ളത് ചർച്ചകൾ നടക്കുന്നു. എന്തൊക്കെ തന്നെയായാലും ഇത്തരം സാഹചര്യത്തിൽ ഈ സർവീസ് സംഘടനകളൊക്കെ ഇത്തരം സർവീസ് രംഗത്തിൽ നിന്ന് വർഷങ്ങളോളം ജീവിച്ച് പെൻഷനൊക്കെ ആയിട്ട് വിശ്രമിക്കുന്ന സമയത്ത് പൊതുപ്രവർത്തകരുടെ വേഷം കെട്ടി സമുദായ സംഘടനകളിലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ വരുന്ന ആ ഒരു പ്രവണത, അത് നല്ലൊരു രീതിയല്ല. അതിനുവേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് സജീവമായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകർക്ക് അത് ദോഷം ചെയ്യും. അതുകൊണ്ട് ഇത്തരം ഒരു ചിന്തകൾ, ഇത്തരം ഒരു രീതി അത് നല്ലതല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്